നമുക്കറിയാം, നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന CPIM-ൻ്റെ ശ്രീ M സ്വരാജ് രചിച്ച പൂക്കളുടെ പുസ്തകം എന്ന DC ബുക്സിൻ്റെ കറണ്ട് ബുക്സ് ഇറക്കുന്ന പുസ്തകത്തിന് ഇത്തവണ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഉണ്ടായിരുന്നു. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. സാധാരണ നല്ല ഉദ്ദേശത്തിലാണ് അത് വാർത്തയാകുന്നത് എങ്കിൽ ഇത്തവണ അവാർഡ് പ്രഖ്യാപിക്കലും ഉടനുണ്ടായ വിമർശനവും അതിനുശേഷം ഒരു അവാർഡ് നിരസിക്കലും ഒക്കെ കൊണ്ടാണ് അത് വലിയ വാർത്തയാകുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ സ്വരാജ്. അതുകൊണ്ട് അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതാണ്, അദ്ദേഹം നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് CPM നടത്തുന്ന ആശയ പ്രചരണത്തിനേക്കാൾ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രചരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയത് ഇത്തവണ കുറേയധികം എഴുത്തുകാരാണ്. ഇവരെല്ലാവരും തന്നെ സ്വരാജ് നിയമസഭയിൽ ഇല്ല എങ്കിൽ അതെന്തോ ഒരു അപൂർണതയായി പോകും എന്ന രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഒരു കാരണമാണ് എന്നും അദ്ദേഹത്തിൻ്റെ പരന്നതും ആഴത്തിലും ഒക്കെ ഉള്ളതായിട്ടുള്ള വായന, അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടി, ഇതൊക്കെ തന്നെ കാരണങ്ങളായിട്ട് ഇവരൊക്കെ തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. മാമച്ചൻ എന്നാ പറഞ്ഞു വരുന്നേ? ഒന്നുമില്ലെന്നേ. പക്ഷേ ഇതിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ വളരെ വിമർശനാത്മകമായി, ക്രിട്ടിക്കലായി വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടായത്. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അതിലൊരു പുസ്തകത്തിൽ പറയുന്നത് ചന്ദ്രനിൽ നിന്ന് ചൈനീസ് വൻമതിൽ കാണാം എന്നാണ്. അത് ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് നിരവധി തവണ പല ആൾക്കാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ആധികാരിക വിവരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. തന്നെയുമല്ല, പൂക്കളുടെ പുസ്തകം എന്ന പേരിൽ മറ്റൊരു പുസ്തകം ശ്രീ M സ്വരാജ് എഴുതിയിട്ടുണ്ട്. അതിൽ കാളിദാസന്റെ ആദ്യ നാടകമായിട്ടുള്ള മാളവികാഗ്നി മിത്രത്തിനെ കുറിച്ച് ശ്രീ സ്വരാജ് പറയുന്നുണ്ട്. പറഞ്ഞു വന്നിരിക്കുന്നത് അത്രയും ഭൂലോക അബദ്ധമാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതെന്താണ് എന്നുള്ളത് നോക്കുകയാണ്. ശ്രീ കൃഷ്ണകുമാറിൻ്റെ പോസ്റ്റിൽ നിന്നുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം ഞാൻ സ്വന്തമായി നടത്തിയ ചില അന്വേഷണങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശ്രീ സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: കാളിദാസന്റെ പ്രഥമ നാടകമായ മാളവികാഗ്നി മിത്രത്തിൽ ഒരു കഥാപാത്രം എന്ന പോലെ സജീവ സാന്നിധ്യമായി അശോകം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സുന്ദരിമാരുടെ പാദസ്പർശമേറ്റാൽ പുഷ്പിക്കാത്ത അശോകവൃക്ഷം ഉടനെ പൂത്തുലയുമെന്ന് മാളവികാഗ്നി മിത്രത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട്. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. അതായത് മാളവികാഗ്നി മിത്രത്തിനെ കുറിച്ച് അദ്ദേഹം ഇത്രയും എഴുതുകയും പിന്നീട് അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഈ വരികൾ, സംസ്കൃത ശ്ലോകങ്ങൾ മാളവികാഗ്നി മിത്രത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹം പറയുന്നത് മലയാളം വിക്കിപീഡിയ ഉണ്ട്. മലയാളം വിക്കിപീഡിയയിൽ അശോകം എന്നുള്ള പേജിൽ ആരോ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒപ്പം അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാളവികാഗ്നി മിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, അതിൻ്റെ സംസ്കൃത ശ്ലോകമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പോൾ ശ്രീ സ്വരാജ് ഇതൊരു പക്ഷേ അവിടെ നിന്ന് അതേപടി ഇങ്ങെടുത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതാവാം. അത്ര ഗവേഷണം മാത്രമേ തൻ്റെ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ശ്രീ സ്വരാജ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ കൃഷ്ണകുമാർ പറയുന്നത്. സർ, ഇവൻ ഒരു മണ്ടൻ. ശ്രീ കൃഷ്ണകുമാർ പറയുന്നുണ്ട്, ഈ സംസ്കൃത ശ്ലോകം തന്നെ ശരിയാണോ എന്നറിയില്ല എന്ന്. തന്നെയല്ല, ഇത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എന്തോ കാര്യത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് വഴി ഒരു സംസ്കൃത പണ്ഡിതനുമായി ബന്ധപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഈ ശ്ലോകം തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. ഒരിക്കലുമില്ല സർ, ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്താൻ എന്തൊക്കെയോ പറയുവാണ്. ഈ ഒറിജിനൽ ശ്ലോകം മാളവികാഗ്നി മിത്രത്തിലേതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ശ്ലോകത്തിലുള്ള ചക്രദന്തം എന്ന ഭാഗം ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആയുർവേദപരമായിട്ടുള്ള ശ്ലോകത്തിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി തന്നെയുമല്ല, ശ്രീ സ്വരാജ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ത്രീവ്രാസൃക് ദർനാശനം. അത് രണ്ട് വാക്കുകളായിട്ടാണ്, പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഗം അങ്ങനെയല്ല. അതിങ്ങനെയാണ്: ത്രീഹിവ അസൃഗ്ധര നാശനം. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ എവിടെയാണ് അശോകവൃക്ഷം വരുന്നത്? എവിടെയാണ് മാളവികാഗ്നിമിത്രം വരുന്നത്? എവിടെയാണ് കാളിദാസന്റെ വർണ്ണന വരുന്നത്? എവിടെയാണ് സ്ത്രീയുടെ പാദസ്പർശത്തിനെക്കുറിച്ച് പറയുന്നത്? എവിടെയാണ് സുന്ദരിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്? ഇതൊക്കെ ശ്രീ സ്വരാജിനെ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ചോദിക്കുക,
നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രിമിശല്യം മാറുന്നതിന് വേണ്ടിയിട്ട്, രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും മാളവികാഗ്നിമിത്രത്തിൽ നിന്നുള്ളതാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് വായനക്കാരെ കബളിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഒരു സാഹിത്യകൃതിയും ഒരു പുസ്തകവും മോശമല്ല എന്ന് ധരിക്കുന്നയാളാണ് ഞാൻ. കാരണം അശോകത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ക്രിമിശല്യം ഒഴിവാക്കാനുള്ള നല്ലൊരു മരുന്ന് എങ്ങനെ തയ്യാറാക്കാം, അതെത്ര ചൂടാക്കണം, എങ്ങനെ കുറുക്കിയെടുക്കണം, എങ്ങനെ തണുപ്പിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെയാണ് ക്രിമിശല്യം മാറ്റിയെടുക്കാവുന്നത് എന്നതിനെക്കുറിച്ച് ഈ വലിയ അറിവ് പകർന്നു തരുന്ന ഈ പുസ്തകം മലയാള സാഹിത്യ ശാഖയ്ക്ക് എന്നത്തേക്കും വലിയൊരു നിധിയായിരിക്കും. ഉപന്യാസത്തിനുള്ള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകളുടെ പെരുമഴയായിരുന്നു. ഒരു പുരസ്കാരവും സ്വീകരിക്കില്ലെന്നും ഈ പുരസ്കാരം സ്വീകരിക്കില്ല എന്നതാണ് തന്റെ നിലപാടെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സ്വരാജ് വ്യക്തമാക്കി. കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം മുറിഞ്ഞ വിപ്ലവത്തിന്റെ ഏതോ പഴമ്പാട്ടും പാടി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂമരൻ ഇതാ മടങ്ങുകയായി. പൂക്കളുടെ പുസ്തകം കക്ഷത്തിൽ വെച്ച് നിറകണ്ണുകളോടെ നടന്നു പോകുന്ന നിലപാടുകളുടെ രാജകുമാരനെ നോക്കി ചെമ്പരത്തിപ്പൂവുകൾ തലകുനിച്ചു. മഞ്ഞ മന്ദാരങ്ങൾ കണ്ണീർ പൊഴിച്ചു. തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.